Our halwa is ready now, guys. Today we are going to make dragon fruit halwa. Friends, today we are going to make dragon fruit halwa, and I am going to tell you what ingredients what we need. Dragon fruit with some cardamom cutted, dry fruits, milk made, and corn flour, and salt and ghee. Only cornflakes. So see how fast it is. Now put some dragon fruit. Now mix it well and put some little. I like dragon fruit so much. It's my favorite. So I will make today dragon fruit halwa. The dragon fruit is so tasty and it is very. The dragon fruit is little fried. Now we are going to put milk made. Little. Now mix it well. Now we are going to put corn flour. See, the color is changed. I love dragon fruit halwa. My mother will always make it. Today we are making now today. ഇപ്പോൾ 1 bottle of milk made ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇനഫ് ആവില്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ എടുത്തിടാം അല്ലെങ്കിൽ വിൽക്കും. അത് നോ ഇഷ്യൂസ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഈസി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് തിക്കായി വരാണ്. ഇതിലാണെങ്കിൽ ബബിൾസ് കാണാനില്ല. ഇനി നമ്മൾ ഇടേണ്ട കുറച്ച് സോൾട്ട്. ഇനി അങ്ങോട്ട് മിക്സ് ചെയ്തു. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഹൽവ നമുക്ക് 2 മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അത് ഫസ്റ്റ് വേ ആണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് എന്ന് വെച്ചാൽ ഓരോ പീസ് ആക്കി കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് പോലെ നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഗീം വെച്ച് ഫ്രൈ ചെയ്യണം, അത് ആ മെത്തേഡ്. അപ്പൊ അത് സ്മെല്ലാണ്. ഇതിപ്പോ മിൽക്ക് മെയ്ഡിന് കണക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിൽക്ക് 1 പാക്കറ്റ് മിൽക്ക് പിന്നെ 2 കപ്പ് ഓഫ് ഷുഗർ പിന്നെ അതിന് നിങ്ങൾ തന്നെ മെൽറ്റ് ആക്കണം. അപ്പൊ അതിൽ വാട്ടർലെസ് ആക്കണം. അത് നിങ്ങൾ പതുക്കെ അതിങ്ങനെ മിക്സ് ആക്കി അതിന് അങ്ങോട്ട് മിൽക്ക് മെയ്ഡ് ആവും. നിങ്ങൾക്ക് അത് അങ്ങോട്ട് പോവാം. ഇപ്പൊ ഹൽവ നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഇത് തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മിൽക്ക് മെയ്ഡിന്റെ ഇപ്പൊ മിൽക്ക് മെയ്ഡിന്റെ കളർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ഇടാം. ഇത് നാച്ചുറലായിട്ട് ബദാം, ഗ്രേപ്സ് പിന്നെ കാഷ്യൂനട്ട്. ഞാൻ ബദാം ഇവിടെ 3 പീസസ് ആയിട്ട് കട്ട് ചെയ്തേക്കാണ്. ഇനി അതിങ്ങനെ ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുൾ ഇടണം. അത് അങ്ങനെ ഇടുമ്പോഴത്തേക്കും ഇല്ലേ ഇവിടെ നന്നായിട്ട് അത് വരണുണ്ട്. അത് അതിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാം. അത് ഫ്രണ്ട്സ്, അപ്പൊ ഗായ്സ് ഇത് ഏകദേശം നല്ല അസലമായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സൂപ്പർ ആയിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആവണം. അതെന്ന് വെച്ചാൽ അത് നാച്ചുറൽ ആണ്. നമ്മൾ ഓൾറെഡി ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റും. ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.